സൈബർ സോൾ ഗെയിമിംഗ്. നമ്മൾ പുതിയൊരു വേൾഡ് ഈ വേൾഡിൻ്റെ പേരാണ് ഞാൻ ഇപ്പോൾ ഈ വേൾഡിൽ കയറിയുള്ളൂ. ആദ്യത്തെ ഞാൻ റെക്കോർഡിങ് ഓണാക്കാൻ മറന്നുപോയി ചെറുതായിട്ട്. എന്തായാലും ഞാൻ വീണ്ടും റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത്രയും മാന്തി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് വൈകിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച സാധനമായിരുന്നു. പിന്നെ ഇത് ഓരോ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച് പിന്നെ PC ചെയ്യാൻ. PC ആണെങ്കിൽ ഒടുക്കത്തെ ലാഗമായി ഓണാക്കിയതേ ഓർമ്മയുള്ളൂ. ലാഗടിച്ച് ക്യാമറ ഇവിടെ നിന്ന് ഇങ്ങനെ വെളിയിറങ്ങുമെന്ന് എൻ്റെ അടുത്താണ് ചോദിക്കല്ലേ. എന്തിനായാലും ഇത് എത്ര വന്നിട്ടുണ്ട്. നമുക്ക് കോളിന് അത്യാവശ്യം നല്ല എണ്ണമുണ്ട്. പിന്നെ നിങ്ങളായി പറഞ്ഞില്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് ടെക്സ്ചർ പാക്ക് ഇട്ട് കളിക്കുന്നതിനെ കുറിച്ച് എന്താ, ടെക്സ്ചർ അല്ല റിസോഴ്സ് പാക്ക്, ഞാൻ ഷെയ്ഡറൊക്കെ ഇട്ട് കുറച്ച് വൈപ്പ് ഇതായിട്ട് കളിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തിയേക്കാം. നമ്മൾ പിന്നെ കുറച്ച് ഇങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ട് നിൽക്കുമ്പോഴായിരുന്നു ഞാൻ വീഡിയോ ഓണാക്കിയില്ലെന്ന് മനസ്സിലാക്കിയത്. എന്ത് ചെയ്യാൻ ഞാൻ പിന്നെ ആത്മാർത്ഥത നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു പുതിയ വേൾഡ് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നു, വേണ്ട. പിന്നെ ഈ വീഡിയോ വരാൻ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തിന് രാത്രിയാകുമ്പോൾ ഒരു 8 വരെയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളെ വീഡിയോ കാണണം. അത്രയും വരില്ല എങ്കിലും ഏകദേശം ആ ഒരു ടൈമിനടുത്തിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോണത്. പൊട്ടാൻ മരമുണ്ടായി അരിഞ്ഞേ അല്ലാതെ പിന്നെ ടൂൾസ് ഉണ്ടാക്കാൻ ചെന്ന് കയറി കൊടുത്തോണം. ഇങ്ങോട്ടേക്ക് ഒരു ഫർണസ്, ഒരു വിക്കേറ്റ്, ഒരിത് ബേസിക് ടൂൾസ് എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ചെയ്യും. ഇതും ഇത്രയും മതി നമ്മളെ ഫ്രണ്ട് ഹാൻഡിൽ. ബാക്കിയെല്ലാം ഓഫ് ഹാൻഡിൽ. വാളൊക്കെ വെച്ച് കുറച്ച് ഫൈറ്റ് ചെയ്തിട്ട് എത്ര ദിവസം ഓടല്. ഞാൻ ഭീകരൻ ഈ സാധനം നമുക്ക് കുറേ ഇങ്ങോട്ട് കാണട്ടെ. അതെടുത്തിട്ട് നമുക്ക് പോവാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അൺലിമിറ്റഡ് ഫ്യൂലാണ്. താഴെ ചവറില്ലേ, നമുക്ക് എന്തിനാണോ കുട്ടിയായി ചപ്പും ചവറും പോലെ കിടക്കണം. എന്തിനല്ലേ മൈൻക്രാഫ്റ്റ് ഈ ഒരു കാരണം ഇത് യൂസ്ഫുൾ ആക്കിയതുകൊണ്ട് മറ്റേ കോപ്പറും മണ്ണാകട്ടെ പോലെ ആയിപ്പോകുന്നവരും എൻ്റെ പേര്. പിന്നെ നീയും എനിക്ക് യൂസ് ചെയ്യാം, എനിക്കുണ്ടാവും. ഇതേപോലെ നോക്കിക്കോളൂ. ഒരു സ്റ്റാക്ക് ഉണ്ടെങ്കിൽ ഒരു സ്റ്റാക്ക് വുഡാണ്, ഒരു സ്റ്റാക്ക് ഫ്യൂവലെങ്കിൽ ഇതാവും. അതേ സെയിം സാധനം തന്നെ. ഒരു സ്റ്റാക്ക് ഫ്യൂവൽ ഫ്രീ. മൈൻക്രാഫ്റ്റ് തരുമ്പോൾ നമ്മളെങ്ങനെയാണ് വേണ്ടതെന്ന് പറയാൻ പറ്റൂ. അങ്ങനെ എടുക്കണം. മിന്നൽ വാള ഇങ്ങനെ പോയാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു നല്ല എമൗണ്ട് ഓഫ് ഫ്യൂലിട്ട് ഞാൻ ഇന്നൊരു ദിവസം സർവൈവ് ചെയ്യേണ്ട മുതലായിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. ബേസിക് ഉദ്ദേശം മനസ്സിലാത്തവർക്ക് പറഞ്ഞുതരാം. ഫൈൻഡിങ് an area for base എന്നുള്ള കാരണം നമുക്ക് ചുമ്മാ എവിടെയെങ്കിലും വയ്ക്കാൻ പറ്റില്ല. അത് നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. ഗൈസ്, ലക്കിങ് ഇസ് മൈ ഓൺ സൈഡ്. കാര്യം ഒന്ന് കയറിയത് എല്ലാം കിട്ടുകയും ബേസ് വയ്ക്കേണ്ട സ്ഥലം മാത്രം കിട്ടിയാൽ കുറച്ച് തെറ്റായിരിക്കും. നമുക്ക് ഈ വഴി കാണുന്നല്ല പൊട്ടിച്ചുകൊണ്ട് പോകാം കേട്ടോ. എനിക്ക് വല്ല ആവശ്യമുണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇത് കൊള്ളാലല്ലേ, അത് കൊള്ളാം. ഇതിനകത്ത് അടച്ചടി. ഓക്കെ, സുന്ദര തീർക്കാൻ പറ്റാത്ത ഇവിടെ പൊന്നിക്കൂട്ടോ, ഇവിടെ കൊള്ള പന്നിക്കൂട്ടാ. നമ്മളെ ഗീരിക്കയുടെ ജോസ് എന്ന് എനിക്കൊരു പേരുണ്ട്. കീരി അല്ലെങ്കിൽ ഞാൻ കാടനാണ്. നല്ല പയ്യൻ കേട്ടാ. 2 ഡ്രോപ്പ് ചെയ്യും.
ഹായ് ഇതാരത്ത് ഇവിടെ ഇപ്പോഴത്തെ നിലയിൽ ഹായ് നല്ല ഒരു ഏരിയ. ബേസ് 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 ഒരൊറ്റ വാക്കാണ് ഞാൻ. ഇതിൻ്റെ അകത്തോട്ട് എക്സ്പ്ലോർ ചെയ്യാം. വേണ്ട വേണ്ട, ഞാൻ പാവം, ഞാൻ വെറും പാവം. ഞാൻ ഇവിടെ ചുമ്മാ ചായ അടിക്കാൻ വന്ന്. കുറച്ച് നേരം നിങ്ങളുടെ നിന്നിരുന്നെങ്കിൽ ക്രീപ്പർ മാമ എടുത്തിട്ട് ചമ്മന്തി എടുത്തിട്ട് ഗ്രില്ലടിക്കാൻ. എന്തിനാലും ഇവിടെ നിന്ന് ഓടാം. നമ്മൾ നിങ്ങൾ എന്തിനായാലും വിചാരിക്കും നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിലും നമ്മളൊരു പഴയ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഈ ഓൾഡ് ഐഡിയ കണ്ടവർക്ക് എൻ്റെ എൻ്റെ മുമ്പത്തെ ലെറ്റ് പ്ലേ സീരീസ് കണ്ടവർക്കറിയാം. ഞാൻ ഒരു റെവീൻ്റെ അകത്താണ് ബേസ് എടുത്ത് വെച്ചിരുന്നത്. അതേപോലത്തെ നല്ലൊരു വണ്ടർഫുൾ ഏരിയ ഒക്കെയാണ് നമ്മൾ തന്നെ നടക്കണത്. ഞാൻ ഒരു കാര്യം അനങ്ങാണ് രാത്രി ആകുമ്പോൾ ചെയ്താൽ പോരും. ഒരു കുഴി എടുത്തിട്ട് എന്തിനാ ഒരു രാത്രി നമുക്ക് സുഖമായിട്ട് സർവൈവ് ചെയ്യാനുള്ള മുതൽ നമ്മളെ കയ്യിലുണ്ട് ഗൈസ്. സോ ഡോണ്ട് ഫിയർ. പിന്നെ തിന്നേണ്ടത് ഒരു 5 സ്റ്റേക്കുണ്ട്. അത് വെച്ചൊരു ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റും. തൽക്കാലത്തേക്ക് നമ്മളെ യാത്ര നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എവിടെയാണ് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ? എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളാണ്. നമ്മൾ എന്തിനാണ് ബെഡ് ഉണ്ടാക്കാൻ ഫുഡ് വേണം. എൻ്റെ ഇല്ലാത്ത തന്നെ ഇല്ലായിരുന്നു. സോ ഐ വിൽ ടേക്ക് ഫുഡ്. ബെഡ് എടേ, എനിക്ക് ബെഡ് വേണം, പെട്ടെന്ന് വേണം. ഇപ്പം അറിയാതെ വല്ല കാർപ്പറ്റ് ഉണ്ടാക്കി എനിക്കുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പം നാളെ രാവിലെ കാണാം ഗൈസ്. ഓക്കെ സെറ്റ് ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം പോകുന്നില്ല, കുറച്ച് പണിയുണ്ട് ചെയ്തിട്ടുള്ളൂ. 24 ഫ്യൂലുണ്ട്. ഫുഡില്ലെങ്കിൽ ശരിയാവില്ല. നമ്മളെങ്ങോട്ട് പോകും? ഈ സർച്ചിൽ നമുക്കൊരു നല്ല വണ്ടർഫുൾ പ്ലേസ് കിട്ടണത് വരെ നമ്മളിങ്ങനെ പറതി കൊണ്ട് നടക്കും. ഇല്ലെങ്കിൽ നമ്മൾ വിളിക്കാം. എന്തിനേലും ആവട്ടെ. കുക്കായൂടെ ഗസ് കണ്ട അൺലിമിറ്റഡാ. പെട്ടെന്ന് തീരുവെന്നുള്ളു. ഈ 2 സ്റ്റാക്ക് മതിയാവും നമുക്ക് ധാരാളം. പെട്ടെന്ന് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാണ് എനിക്ക് വീട്ടിൽ പോവാൻ. പെട്ടെന്ന് നിർത്തിയാലേ നമുക്ക് അപ്പോഴത്തേക്ക് ഇത് 2 പൊട്ടിച്ച് കൈയ്യടി. ഇതിലായാലും നമ്മളിവിടെ നേരെ വീട്ടിലോട്ട്. നിന്നെ ഞാൻ തീർത്തിട്ട് പോവാം. അല്ലെങ്കിൽ നീ ഇവിടെയെങ്കിലും ചെന്ന് വീണ ആരെയെങ്കിലും വായിക്കരുത്. എൻ്റെ വായിക്കിറക്കി കുഴപ്പമില്ല. ഏതായല്ലേ ഈ വീഡിയോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങ് നിർത്തുവേ. എനിക്ക് അടുത്ത സെക്കൻഡ് എപ്പിസോഡ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം. ഒരു ബേസ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ അകത്ത് നമ്മൾ തീർന്നാണ്ടായിരിക്കും സെക്കൻഡ് എപ്പിസോഡ് വരുന്നത്. ഇതാരായി പറയണ സൈബർ സോൾ ഷോ ബി 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 ബി.
ഐ തിങ്ക് എനിക്ക് വെയിറ്റ് ചെയ്യേ. ഇവിടെ ഇവിടെ നല്ലൊരു സ്പോട്ടിൽ ഞാൻ തപ്പിക്കൊണ്ടെന്നാണ്. ഐ തിങ്ക് വി മസ്റ്റ് തപ്പൽ മോർ. ഞാനിത് ഫുള്ള് മലയുടെ മലയുടെ മുണ്ടയിലൊക്കെ ബേസ് വെച്ചാൽ ഭയങ്കര പാടായിരിക്കും ഇറങ്ങി. ഒന്നാമത് ബെൽഡ്രോക്ക് അടിച്ച് എല്ലായിട്ടും ഉപയോഗിക്കാൻ പറ്റൂല. എന്താ അത് ഞാൻ കണ്ടല്ലോ എന്തോ ചടാലോ ഇല്ലേ. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടതാണ് എന്തിനു വേണ്ടിയാണ് ദോ പോണത്. കണ്ടോ അവിടെ ഇരിക്കണണ്ട. അതെനിക്ക് വേണം. കുറച്ച് പംകിൻ അത്യാവശ്യം. പംകിൻ വെട്ട പോവല്ലേ അവിടെ നല്ലത്. എവിടെയോ കേട്ടിട്ടുണ്ട് പംകിൻ വെട്ട പോവാൻ നല്ലത്. കേട്ടിട്ടില്ല. ഞാൻ ആരെയോ വീഡിയോ കണ്ടിട്ടുണ്ട്. വീഡിയോ ആണെന്ന് മാത്രം എനിക്കറിഞ്ഞൂടെ. എന്താ ജീപ്പിരി. പിന്നെ പറഞ്ഞു വന്നതനുസരിച്ച് നമുക്ക് കോർഡിനേറ്റ്സ് അടുത്ത എപ്പിസോഡിലാണ്. അതാണ് എൻ്റെ ശീലം. ഞാൻ കോർഡിനേറ്റ്സ് ഇടാൻ മറന്നു പോയി. എന്ത് ചെയ്യേ? ചാടിക്കൊടുത്തു. വേറെ ആരെങ്കിലും ഞാൻ ചാടിയില്ല. ഞാൻ പോണു. എനിക്കിവിടെ ഒരു ബന്ധമില്ല. ഞാൻ പോണു. ലഗ് മാറി. ഓക്കെ ഗസ്. ഈ വീഡിയോ നിർത്തി ആരായി? ഇങ്ങനെ പോയാൽ മിക്കവാറും ഈ വീഡിയോ കിട്ടി ഗൈസ്. ഹിയർ വി ഗോ ഗൈസ്. ഹിയർ I found it. നല്ല സീനറി, നല്ല സ്ഥലം ഗൈസ്. ചെയ്യേ. Here we go. ഇവിടെ ആയിരിക്കും നമ്മളെ ബേസ് പറഞ്ഞത്. മനസ്സിലാക്കി തരാം. കമോ പൗഡർ ഡിസ്കും ആയിരിക്കും അടിയിൽ. ആ സൈഡിലോട്ടൊരു ക്യാബ് ഉണ്ടെങ്കിൽ പണി പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഇതിലോട്ടൊരു ക്യാബ് ഉണ്ടാ. ഓക്കെ. മൈനിങ് ഓപ്പോസിറ്റ്. ഓക്കെ. സോ ഒഫീഷ്യലി വി ഡിക്ലെയർ ദിസ് അവർ ബേസ്. സോ നമുക്ക് ബെഡും വെച്ച് ഉദ്ഘാടനം നടത്താം. നമുക്ക് ഇവിടെ തന്നെ അത് സെറ്റാക്കാം. എന്നിട്ട് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ ഇത് കറക്റ്റ് ഒരു സെറ്റപ്പാക്കി ഞാൻ വയ്ക്കാം. ഒപ്പം എല്ലാവർക്കും ടാറ്റ ബൈ.